നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിൽപ്പത്രം മാറ്റിയിരുന്ന പറ്റില്ലെന്നാണല്ലോ പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ തങ്കച്ചിയുടെ കയ്യിൽ നിന്ന് സ്വത്ത് മുഴുവൻ സാറ് തിരിച്ചു മേടിക്കുമല്ലോ. അതെന്ന് നടക്കാനാ സ്വാമി? താനല്ലേ പറഞ്ഞ എന്റെ സ്വത്തുക്കൾ വിറ്റുതരാമെന്ന്? അത് നടന്നില്ല. ആ തങ്കച്ചിയുടെ കയ്യിലിരിക്കുന്ന സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ കാശ് വേണ്ടേ? അതിനെവിടെ പോവും? സാറിനിപ്പോ കഷ്ടകാലാണ് സാറേ, അതാണ് ഒന്നും നടക്കാത്തത്. ഈ കഷ്ടകാലം എന്ന് തീരും സ്വാമി? എന്നെങ്കിലും തീരും സാറേ, തീരാതെ പറ്റില്ലല്ലോ. ഒന്ന് ഞാൻ പറയാ, വിൽപത്രം മാറ്റി എഴുതാൻ പറ്റാത്ത സ്ഥിതിക്ക് ശ്രുതിമോളെ ഇവിടെ നിർത്തുന്നത് അപകട. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവരെന്ന് അറിയാലോ. സ്വത്തിന്റെ അവകാശി ശ്രുതിമോളാണെന്ന് അറിഞ്ഞാൽ അവര് ശ്രുതിമോൾക്കെതിരെ തിരിയും. അതത്ര നല്ലതല്ല സാറേ. ഞാൻ എന്ത് വേണമെന്നാ സ്വാമി പറയുന്നത്? ശ്രുതിമോളെ എങ്ങോട്ടെങ്കിലും മാറ്റണം. ഇത്രയും കാലം ഇവിടെ അല്ലായിരുന്നല്ലോ, ഇനി അങ്ങനെ തന്നെ മതി. ഞാൻ പറഞ്ഞ അവരതിനൊന്നും സമ്മതിക്കില്ല സ്വാമി. വെറുതെ എന്റെ വായിലെ വെള്ളം പറ്റിക്കാവുന്നല്ലാതെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാനാ പരിപാടി? ഞാൻ ഇനി ശ്രുതിമോളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അവൾക്ക് അച്ഛനും അമ്മയ്ക്കും ഉണ്ടല്ലോ. എന്താന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. ഇനി എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. അതാണ് വിൽപ്പത്രം. കൂടുതലൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. സാറിങ്ങനെ തളർന്ന എങ്ങനെ സാറേ? മടുത്തിട്ടാണ് സ്വാമി. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ആയ കാലത്ത് എന്ത് പ്രതാപത്തിൽ കഴിഞ്ഞവനെ ഞാനെന്ന് സ്വാമിക്കറിയാമല്ലോ. എന്നു മുതൽ എൻ്റെ തകർച്ച ആരംഭിച്ചതെന്നും തനിക്കറിയാമല്ലോ. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ സ്വാമി? ശ്രുതിമോളെ ദൈവം രക്ഷിക്കട്ടെ. വേറൊന്നും എനിക്കിപ്പോൾ പറയാനില്ല. അല്ല, എന്താ ഇവിടെ? ഇവിടെ ഒരാളെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇറങ്ങാൻ നിന്നതാ, അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. അല്ല, മണി 10 കഴിഞ്ഞല്ലോ, ഇതുവരെ ജോയിൻ ചെയ്തില്ലേ? ഇല്ല, ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പറ്റിയില്ലേ? എന്ത് പറ്റി? അത് ഒബ്ജക്ഷൻ. അതും എൻ്റെ ഭാര്യയുടെ വക. ഇനി ആ പരാതി തീർത്താലേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിൽ ഇതിന്റെ പിന്നിൽ അവനായിരിക്കും ആ ശരത്ത്. ആ, സംശയം എന്താ? ഇതാവൻ തന്നെ. ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ അവനെ അവിടെ തന്നെ താമസിപ്പിക്കുന്നുണ്ടല്ലോ. അത് കാണുമ്പോഴേ എനിക്ക് സങ്കടം. പുറത്താക്കിയ അവൻ രക്ഷപ്പെട്ടു പോയില്ലേ ചേട്ടച്ച? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ അവനെ എങ്ങും വിടാത്തത്. ശരത്തൊരു ബലിമൃഗവാ. പോഷകങ്ങൾ കൊടുത്ത് വളർത്തുന്നത് അറക്കാൻ വേണ്ടി തന്നെയാ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ ഊഴം വരും. നിങ്ങൾ പറയുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. മഹാ അപകടകാരിയാവൻ. അവിടെ നിന്നുകൊണ്ട് അവൻ ഇനിയും പലതും ഒപ്പിക്കട്ടെ. അവന് പറ്റാവുന്നത് മുഴുവൻ ചെയ്യട്ടെ. ഓരോന്ന് ചെയ്യുമ്പോഴും അവനെതിരെയുള്ള കുരുക്ക് മുറുകി മുറുകി വരിക. ശ്വാസം കിട്ടാത്ത പെടയോ അവസാനം. അത് ചേട്ടച്ചൻ കാണും. തർക്കം വന്ന സ്ഥിതിക്ക് ജോലി കിട്ടാതെയൊന്നും പോവില്ലല്ലോ അല്ലേ? അതറിയില്ല. കിട്ടാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഞാനൊന്നും പ്രതീക്ഷിച്ചല്ലോ ജീവിക്കുന്നേ. എന്നാലും അങ്ങനെ അല്ലല്ലോ. ഒരു സർക്കാർ ജോലിയല്ലേ? കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ സേഫ് അല്ലേ? പ്രത്യേകിച്ചും ദേവിക പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ജോലി ആവശ്യമാണ്. നമുക്ക് നോക്കാം അമൃത. ദൈവം എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെയല്ലേ നടക്കത്തുള്ളൂ. എന്തു വെച്ച് ശ്രമിക്കാതിരിക്കരുത്. ആദ്യം ആ ശരത്ത്. അവൻ വീണാത്തന്നെ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും തീരും. നിങ്ങളുടെ മാത്രമല്ല, പലരുടെയും. ഈ ശരത്തെന്ന് പറയുന്നവരുടെ കൈകൾ ആരുടെയൊക്കെ ജീവിതത്തിന്റെ മുകളിലൂടെ കടന്നു പോകുന്നെന്ന് നമുക്കറിയില്ല. അതിനൊരു അവസാനം വേണ്ടേ?
നിങ്ങൾ വിചാരിച്ചാലേ അത് നടക്കൂ. ഒട്ടും വൈകാതെ അത് നടക്കും. എങ്കിൽ നല്ലത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ആയിക്കോട്ടെ. പോവാൻ പോകണം. അമ്മ ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. നിനക്ക് തോന്നിയോ? തോന്നിയതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്താ അമ്മേ, എന്താ കാര്യം? എന്തായാലും നീ അറിയും. ദേവിക ഇന്ന് ജോലിക്ക് കേറില്ല. ഞാനൊരു പരാതി കൊടുത്തു. ആർക്ക്? കളക്ടർക്ക്. അമ്മ എന്ത് പണിയായി കാണിച്ചേ? എന്തു കുഴപ്പം? തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ജോലിക്ക് അവകാശം എനിക്കാ, അല്ലാതെ അവക്കല്ല. എന്റെ അമ്മ, ഇതിനൊക്കെ ഓരോ നിയമങ്ങളുണ്ട്. അത് തീരുമാനിക്കേണ്ടവര് തീരുമാനിക്കട്ടെ. നമ്മൾ തമ്മിൽ തർക്കിക്കുന്ന എന്തിന്? ഇത് വേണ്ടായിരുന്നു അമ്മേ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ക്രൂരത അമ്മ ഇപ്പൊ ഈ കാണിച്ചത്. നോക്കിക്കോ, ഇപ്പൊ ചെയ്തതിനെ കുറിച്ച് ഓർത്ത് അമ്മ ഇന്നല്ലെങ്കിൽ നാളെ ദുഃഖിക്കും. നീ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? നിനക്കറിയാലോ, ഈ വീടിന്റെ നട്ടല്ലായിരുന്നു സുധീന്ന്. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ അവന് സർക്കാർ ജോലി കിട്ടിയത്. ജോലി കിട്ടിയ വിവരം അവൻ ആദ്യം ആരോടും പറഞ്ഞില്ല. കല്യാണം വന്നപ്പോ ചെന്ന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഉടനെ ലീവ് എടുത്തു. ഓഫീസിലിരിക്കുന്ന സൂപ്രണ്ട് നല്ലവനായതുകൊണ്ട് ലീവ് അനുവദിച്ചു. പിന്നെ അവൻ ആ ജോലിക്ക് പോവേണ്ടി വന്നിട്ടില്ല. ദേവികയ്ക്ക് ആ ജോലി കിട്ടിയ നമ്മളെയൊക്കെ നോക്കുന്ന എന്താ ഉറപ്പ്? ദിവസം ചെല്ലും തോറും വയസ്സായി വരിക. എന്റെ അമ്മയ്ക്കാണെങ്കിൽ കൂടി വന്ന് ഒരു 10 വർഷത്തെ സർവീസേ കിട്ടൂ. കേട്ടത്തിക്ക് അങ്ങനെയാണോ? ഒന്ന് ബുദ്ധി ഉപയോഗിക്കണ്ടേ അമ്മേ? എനിക്ക് ഇത്തിരി ബുദ്ധി കുറവാന്ന് കൂട്ടിക്കോ. നിനക്കൊക്കെ അത് ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ. അത് ഉപയോഗിച്ച് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്യ. അച്ഛനത് അറിഞ്ഞാ പിന്നെ എന്താ ഉണ്ടാവാൻ പോകുന്നെന്ന് പറയണ്ടല്ലോ. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനാ അമ്മ നോക്കിയത്. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അത് നേരിടും. ജോലി എനിക്ക് തന്നെ വേണം. അതീ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ല.